ഇന്ന് ദേ കുറച്ചധികം ഇഞ്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ നാത്തൂന് തന്നുവിട്ടാണ്. അവർക്ക് വിലക്കുറവിന് കുറച്ചധികം ഇഞ്ചി കിട്ടി. നല്ല ഇഞ്ചിയായിരുന്നു. അപ്പോൾ പകുതി എനിക്കും കൂടെ തന്നുവിട്ടു. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഇതുകൊണ്ട് പുളിയിഞ്ചി ഉണ്ടാക്കിയാൽ എന്താന്ന്. അപ്പോൾ അങ്ങനെ ഇഞ്ചിയൊക്കെ നന്നാക്കി ഒരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തു. അത് ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചു. അതിനുശേഷം നീ ഒരു പുളി നെല്ലിക്ക അല്ല നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 10-20 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ചെറിയ ചൂടുവെള്ളം കേട്ടോ, നമുക്ക് കൈ തൊടാൻ പറ്റാവുന്ന തരത്തിലുള്ള ചൂട്. എന്നിട്ട് നന്നായിട്ട് ആ പൊടി ഒന്ന് കൈകൊണ്ട് ഞെരടി പിഴിഞ്ഞ് നമുക്ക് വെക്കാം. അതവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ശർക്കര പാവ് കാച്ചിയെടുക്കണേ. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തത് എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി, അതുകൊണ്ടാട്ടോ അത് കാണിക്കാത്തത്. ശർക്കര പാവ് കാച്ചിയതോടെ മാറ്റി വെച്ചു. അതിനുശേഷം ഞാൻ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണേ. ഇത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാൻ പാടില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കണം. ഇതിങ്ങനെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിനുള്ളിൽ നിന്ന് നമുക്ക് വെളിച്ചെണ്ണ ഇങ്ങനെ ഊറി വരാനായിട്ട് തുടങ്ങും കേട്ടോ. പിന്നെ ഒരു കിലുകിലാ സൗണ്ടും കേൾക്കും. ആ സൗണ്ട് അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇഞ്ചിയൊക്കെ മൂത്ത് നല്ല പരുവത്തിലായിട്ടുണ്ടെന്ന്. ഇനി നമുക്കിത് കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് അത് തണുത്ത് കഴിയുമ്പം മിക്സിയുടെ ജാറിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തും കൂടി എടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് അരഞ്ഞു പോവേണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറുതായിട്ടരിഞ്ഞ കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില, 3-4 പച്ചമുളക്, ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നമ്മുടെ വെളുത്തുള്ളിയല്ല ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ നന്നായിട്ട് മുരിഞ്ഞു വരണം. നല്ല ബ്രൗൺ നിറം ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ നല്ല എരിയുള്ള മുളക് പൊടി ആട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ മൂപ്പിക്കുക. അതിനുശേഷം നമുക്ക് പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കാം. അതിനുശേഷം കുറച്ച് കായപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന, അതായത് മിക്സിയുടെ ജാറിൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഒന്ന് തിള വരുമ്പോഴേക്ക് നമ്മൾ പാവ് കാച്ചി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പുളിയും മധുരവും ഒക്കെ എങ്ങനെയുണ്ട്, എരിവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര പാനി കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി വരുന്ന സമയത്ത് ആകുമ്പോഴത്തേക്കിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് തണുത്ത് കഴിയുമ്പോഴത്തേനും നല്ല കുറുതായിട്ട് കിട്ടും കേട്ടോ. ആദ്യം നമുക്ക് കാണുമ്പോൾ ചൂടോടെ കാണുമ്പോൾ ഭയങ്കര ലൂസായിട്ട് തോന്നുമെങ്കിലും കുറച്ച് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോഴത്തേക്കിന് നല്ല കുറുകിയ അവസ്ഥയിൽ കിട്ടും. അപ്പം നമ്മുടെ പുളിയിഞ്ചി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് 2 വീക്സ് 3 വീക്സ് ഒക്കെ വരെ, ചിലപ്പോൾ ഒരു മന്ത് വരെയൊക്കെ നമുക്ക് കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നന്നായിട്ട് തന്നെ ഇരിക്കും കേട്ടോ, കേടൊന്നും ആവില്ല. അപ്പം ഞാനിങ്ങനൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.